ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ പവിത്രം പരമ്പരയുടെ ഇനി വരാനുള്ള അപ്കമിങ് വിശേഷം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര കറക്റ്റ് 6:30 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ പവിത്രം കൃത്യം 12 മണിക്കും അതുപോലെ കാറ്റത്തെ കിളിക്കൂട് 2:30 അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോസിനൊക്കെ ഒരു ഫുൾ സപ്പോർട്ട് എൻ്റെ മുത്തുമണീസ് തരുമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് കേട്ട് നോക്കാം. പവിത്രം സീസൺ 2 അപ്കമിങ് വിശേഷം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്കമിങ്ങിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ACP വരുൺ നമ്മുടെ ശ്രീകാന്തിനെ കുരുക്കാനുള്ള എല്ലാ പഴുതുകളും 4 വശത്തു നിന്ന് അടച്ചു കൊണ്ടുവരികയാണ്. അതുപോലെ വേദയും എല്ലാം കൃത്യമായിട്ട് ശ്രീകാന്തിനെ തളർത്തിയിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ശ്രീകാന്തിന് മാനസികമായിട്ട് തളരാനുള്ളൊരവസ്ഥ തന്നെ വന്നു തുടങ്ങുകയാണ്. കാരണം ശ്രീകാന്തിന് ആ കമ്പനികൾ നഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം അത് വേദ കയ്യേറി. കാരണം വേദയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ കമ്പനികളുടെ ഫുൾ ഷെയറും. അതിൽ ശ്രീകാന്തിന് യാതൊരു അവകാശവും ഇല്ല. പക്ഷേ ആ ഷെയറെല്ലാം സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടുപോയി അതിൻ്റെ ലാഭമൊക്കെ അനുഭവിച്ച് വന്ന ശ്രീകാന്തിന് ഒറ്റയടിക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വരുൺ നമ്മുടെ ഇൻസ്പെക്ടർ സാബുവിനെ നമ്മുടെ വിക്രത്തിൻ്റെ ഫ്രണ്ട്സായ ജോസഫും അവരുടെ സഹായത്തോടു കൂടെയൊക്കെ പിടികൂടി. കാരണം അവരുടെ ആ വായിൽ നിന്നും നമ്മുടെ വരുൺ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ വരുണിൻ്റെയും പുളിക്കലിൻ്റെയും മരണത്തിൽ ഈ ഇൻസ്പെക്ടർ സാബുവിന് നല്ല പങ്കുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ സമയത്ത് കേസ് ഫയലുകൾ ഹാൻഡിൽ ചെയ്ത് FIR റെഡിയാക്കിയതെല്ലാം ഈ ഇൻസ്പെക്ടർ സാബുവാണ്. അങ്ങനെ ഇൻസ്പെക്ടർ സാബുവിനെ കാരണം സാബുവിനെ ആദ്യമൊന്ന് ചോദ്യം ചെയ്യാൻ വരുൺ വന്നപ്പോൾ അയാൾ പറഞ്ഞു, സാറേ എന്നെ ഇനി ഇതിൽ ഉൾപ്പെടുത്തരുത്, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസ്ഥ പോലും ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഒന്ന് മടി ഊന്നി നടന്നു തുടങ്ങിയത് എന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വിളിച്ചപ്പോൾ ഈ ഇൻസ്പെക്ടർ സാബു, അതായത് വരുൺ സംസാരിച്ചുകൊണ്ടിരിക്കവേ തന്നെ ശ്രീകാന്ത് ഇൻസ്പെക്ടർ സാബുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാബു പെട്ടെന്ന് ആ കോള് കട്ട് ചെയ്ത് അവിടെ നിന്ന് പരുങ്ങുന്നതൊക്കെ വരുണിന് നല്ല സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും മാത്രമാണ് നമ്മുടെ ഇൻസ്പെക്ടർ സാബുവിനെ നമ്മുടെ വരുൺ പൊക്കിയത്. അങ്ങനെ വരുൺ പൊക്കി കൊണ്ടുവന്നിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യമൊന്നും ഇൻസ്പെക്ടർ സാബു സമ്മതിച്ചു കൊടുക്കാനോ ഒന്നും തയ്യാറായില്ല. പക്ഷെ പിന്നെ കാര്യങ്ങൾ വരുൺ നല്ല ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദിക്കുകയാണ്. അതായത് ഈ വരുണിൻ്റെയും പുളിക്കലിൻ്റെയും കൊലപാതകത്തിൽ ശ്രീകാന്തിന് പങ്കുണ്ട്. കാരണം അന്ന് കേസ് ഹാൻഡിൽ ചെയ്തത് നിങ്ങളാണ്, സാബുവാണ്. അപ്പോൾ ഇതിൽ ആ കേസ് ഫയൽ വിക്രമിനെതിരെ ആക്കിയത് നിങ്ങൾ തന്നെയാണ്. കാരണം വിക്രമിനോടുള്ള ദേഷ്യവും നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അതുമാത്രമല്ല, ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു വലിയൊരു എമൗണ്ട്, അതായത് ഇവർ മരിക്കുന്ന സമയത്ത് വരുണും പുളിക്കലും മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു വൻ തുക കയറി വന്നിട്ടുണ്ട്. അത് ശ്രീകാന്ത് അയച്ചേക്കുന്നതാണ്. ആ പണമൊക്കെ എങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പിന്നെ നമ്മുടെ ഇൻസ്പെക്ടർ സാബുവിന് കള്ളത്തരങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഇതെല്ലാം ചെയ്തത് ശ്രീകാന്ത് തന്നെയാണ്, ഞാനതിന് കൂട്ടുനിന്നു എന്നുള്ളത് ശരി തന്നെയാണ് സാറെന്ന് നമ്മുടെ സാബു വരുണിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ കൊടുക്കാനുള്ള 2 പേരുടെ കൊലപാതകത്തിന് ഈ സാബുവിൻ്റെ മൊഴികൾ നമ്മുടെ വരുൺ എടുക്കുകയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വേദിയായിട്ട് വരുൺ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ 2 പേരുടെയും കൊലയ്ക്ക് പിന്നിൽ ശ്രീകാന്ത് തന്നെയാണ്. അപ്പോൾ വേദയ്ക്ക് ഉറപ്പാണ് ഈ ചന്ദ്രശേഖരൻ്റെയും അതുപോലെ അനിയൻകുട്ടൻ്റെയും മരണത്തിന് പിന്നിലും ശ്രീകാന്ത് തന്നെ ആയിരിക്കുമെന്നുള്ളത് വരുണിനും ഉറപ്പാണ്, നമ്മുടെ വേദയ്ക്ക് ഉറപ്പ് തന്നെയാണ്. കാരണം എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും മുന്നിൽ ആര് നിന്നിരുന്നാലും അത് ശ്രീകാന്ത് തുടച്ചു മാറ്റുക തന്നെ ചെയ്യും. ശ്രീകാന്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അങ്ങനെ ഇതിൻ്റെ എല്ലാ തെളിവുകളും എല്ലാം ശേഖരിച്ചിട്ട് നമ്മുടെ വരുൺ ACP നമ്മുടെ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നൊരു രംഗമാണ് കേട്ടോ. അങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അതായത്
അതായത് പുളിക്കൻ്റെയും MLA വാസവൻ്റെ മകനായ വരുണിൻ്റെയും കൊലയ്ക്ക് പിന്നിൽ നിങ്ങളാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ ദർശൻ ശ്രീകാന്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദർശൻ ചോദിക്കും, സാർ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് ചെയ്യാൻ വന്നത്? അതിൻ്റെ വ്യക്തമായ തെളിവുകളോടുകൂടി അന്ന് വിക്രമിനെ അറസ്റ്റ് ചെയ്തതാണ്. പിന്നെ ശ്രീകാന്തിനെ എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യണത്? സാറേ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ടാണോ എന്നുള്ളതൊക്കെ ദർശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കൃത്യമായ തെളിവുകളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. പിന്നെ മിസ്റ്റർ ദർശൻ, നിങ്ങളൊരു വക്കീലാണ്. ഏത് കേസും ഏത് രീതിയിൽ വളച്ചൊടിക്കാനും ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പറ്റും. താൻ ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ തൻ്റെ അച്ഛൻ്റെ കൊലയ്ക്ക് പിന്നിൽ ആരാണ് എന്താണെന്നൊക്കെ? താൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. താൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിലും എവൻ്റെ കൈകളുണ്ട് എന്നുള്ളതിൻ്റെ ഫുൾ തെളിവുകളും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഇനി ഇതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. താൻ യവൻ്റെ വലയിൽ അകപ്പെട്ട് യവൻ പറയണതും കേട്ടും വിശ്വസിച്ച് നടന്നിട്ട് തനിക്ക് അവസാനം വരാൻ പോണത് എന്താണെന്ന് കണ്ടോ എന്നൊക്കെ വരുൺ നമ്മുടെ ദർശൻ്റെ അടുത്ത് പറയാണ്. ഈ സമയത്ത് നമ്മുടെ വേദ അവിടെ എത്തുകയാണ്. അതായത് ശ്രീകാന്തിനെ വിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട്. അപ്പോൾ വേദ എത്തുകയാണ്. വേദയെ കണ്ടപ്പോൾ ശ്രീകാന്തിന് അടങ്ങാനാവാത്ത ദേഷ്യമാണ്. കാരണം പറ്റില്ല. കാരണം എൻ്റെ എല്ലാം ഓരോന്നായിട്ട്. കാരണം ശ്രീകാന്ത് ഒരിക്കലും ഇത് പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യമല്ല ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന്. കാരണം വിക്രമിനെതിരെ അന്ന് എല്ലാ തെളിവുകളും റെഡിയാക്കിയാണല്ലോ വിക്രമിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ തെളിവുകളെല്ലാം തനിക്കെതിരെ ആവുകയും തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അവസ്ഥ ഇപ്പോൾ അയാൾ വന്നിരിക്കണം. ACP വന്നിരിക്കണം. അപ്പോൾ കമ്പനിയും നഷ്ടപ്പെട്ടു, തൻ്റെ ജീവിതവും നഷ്ടപ്പെട്ടു, ഒക്കെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ. അതായത് ശ്രീകാന്തിൻ്റെ പൂട്ടിക്കഴിഞ്ഞു. ശ്രീകാന്ത് ഇനി തല പൊക്കാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ അവിടെ എത്തുന്ന വേദ ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി, അന്ന് ഞാൻ തന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ തന്നെ കാണാൻ എനിക്ക് വരേണ്ടി വരും, അത് ഈ ഒരു കാഴ്ച കാണാനാണ് എന്ന് വേദ ഇങ്ങനെ പറയണം കേട്ടോ. ശ്രീകാന്തിന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ മുന്നിൽ വെറും പെണ്ണായ എവള് എല്ലാം നേടി എന്ന ഭാവത്തിൽ വിജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വേദ നല്ല മാസ് ഡയലോഗ് ശ്രീകാന്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിന് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. അങ്ങനെ ശ്രീകാന്തിനെ ബലങ്ങ് വെച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നമ്മുടെ ACP വരുൺ കൊണ്ടുപോകുന്നൊരു രംഗമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വേദ നമ്മുടെ ദർശനടുത്ത് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് താൻ ഇയാളെ കൂടെ നടന്ന് താൻ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നു, എൻ്റെ പല കാര്യങ്ങളിലും താൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം, അതായത് തൻ്റെ സ്വന്തം അച്ഛനായ ചന്ദ്രശേഖരൻ്റെ മരണത്തിന് പിന്നിൽ താൻ കണ്ടോ ആരാണെന്ന്? താൻ ഈ കൂടെ ചേർത്ത് നിർത്തിയില്ലേ തൻ്റെ ശ്രീകാന്ത് ഏട്ടൻ, അയാളുടെ പങ്ക് എന്താണെന്ന് താൻ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. ദർശൻ ഇതൊക്കെ കേട്ടിട്ട് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതായത് താൻ ശ്രീകാന്തിനെ വിശ്വസിച്ചത് തെറ്റായിപ്പോയോ? പക്ഷേ എല്ലാ തെളിവുകളും ദർശൻ്റെ മുന്നിൽ ശ്രീകാന്ത് നിരത്തിയിട്ടു. അപ്പോൾ പിന്നെ ദർശന് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ദർശൻ ഇങ്ങനെ അങ്ങനെ ഒരു കുറ്റബോധ ഫേസോടുകൂടി ദർശൻ അവിടെ നിൽക്കുകയാണ്. വേദ ദർശൻ്റെ അടുത്ത് നല്ല ഡയലോഗ് അടിച്ചിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത് കേട്ടോ. ഇതേ സമയം നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് നമ്മുടെ ജയിലറായ ആൻഡ്രൂസ് ചെല്ലുകയാണ്. ആൻഡ്രൂസ് ചെന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്തു എന്ന്. അത് കേട്ടപ്പോൾ വിക്രം അങ്ങ് അതിശയിക്കുകയാണ്. എന്താ സാറീ പറയണത്? അതേടോ, തൻ്റെ ഭാര്യയുടെ സഹോദരനായ ശ്രീകാന്തിനെ, അതായത് താൻ ഈ കിടക്കുന്നില്ലേ ഈ ജയിലിൽ, അതിൻ്റെ എല്ലാം തെറ്റിന് കാരണക്കാരനായ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്തു. ആരാ സാറേ ഇത് ചെയ്തത്? ആരാ ഈ കേസ് തെളിയിച്ചത്? അപ്പോഴും നമ്മുടെ ആൻഡ്രൂസ് പറയുന്നുണ്ട് ACP ഡൽഹിയിൽ നിന്ന് വന്ന സാറാണ്. ആ സാറാണ് ഈ കേസുകളൊക്കെ തെളിയിച്ചത്. അങ്ങനെ ശ്രീകാന്തിനെ, അതായത് നമ്മുടെ MLA വരുണിൻ്റെയും പുളിക്കൻ്റെയും കേസിലാണ്, വരുണിൻ്റെയും നമ്മുടെ അനിയൻകുട്ടൻ്റെ കേസിലാണ് ഇപ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി താമസിയാതെ തന്നെ മറ്റ് തെളിവുകൾ നിരത്തി ആ കുറ്റം നമ്മുടെ ശ്രീകാന്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തെളിയിച്ചെടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, തനിക്ക് സന്തോഷമുള്ളൊരു കാര്യം കൂടെ ഉണ്ടോ വിക്രം, ആ വരുൺ ഒറ്റയ്ക്കല്ല സാറ്, ACP വരുൺ സാർ ഒറ്റയ്ക്കല്ല, വരുൺ സാറിൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. ആരാന്നറിയാവോ? അപ്പോൾ ആൻഡ്രൂസ് പറയണേ തൻ്റെ ഭാര്യയായ വേദ. വിക്രം അങ്ങ് ഞെട്ടാണ്. വേദയോ? അതേടോ, തൻ്റെ വേദയെ തിരിച്ചെത്തി.
എത്തിയിട്ട് തന്നെയാണ് ഈ യുദ്ധം ശ്രീകാന്തുമായിട്ട് ചെയ്തത്. എന്തായാലും ശ്രീകാന്തിനെ അവളെ പൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വിക്രത്തിനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് എൻ്റെ വേദ ഒരു കുഴപ്പമില്ലാണ്ട് അവളെത്തി എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. വിക്രമിൻ്റെ കണ്ണുകളിൽ ആ സന്തോഷത്തിൻ്റെ തീജ്വാലയാണ് തെളിഞ്ഞു നിന്നത് കേട്ടോ. വിക്രമിന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വിക്രമിന് വീണ്ടും പ്രതീക്ഷകൾക്ക് വീണ്ടും ആ ഒരു മാറ്റ് കൂടുകയാണ്. കാരണം താൻ ഇനി ഈ അവസ്ഥയിൽ തന്നെ ജയിലിൽ കിടന്നു പോകുമോ, ഒരിക്കലും എൻ്റെ വേദയെ കാണാൻ പറ്റുമോ? വിക്രമിന് അറിയില്ല വേദയ്ക്ക് ഒരു കുഞ്ഞുണ്ടെന്നോ അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ വിക്രം അറിയുന്നുണ്ട് തൻ്റെ ഭാര്യ തിരിച്ചെത്തിയെന്നും നമ്മുടെ ശ്രീകാന്തായ എല്ലാ തെറ്റിനും കാരണക്കാരനായ ശ്രീകാന്ത് ജയിലിലായ കാര്യവും വിക്രം അറിയുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പവിത്രത്തിൻ്റെ ആ ഒരു അപ്കമിങ്ങിൻ്റെ ഒരു ഇൻട്രോ എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ അപ്കമിങ് വിശേഷം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാനിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ പത്തി താത്തി ശ്രീകാന്ത് ഇരുമ്പഴിക്കുള്ളിലോട്ട് കടക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഇന്നത്തെ അപ്കമിങ് വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എൻ്റെ മുത്തുമണീസ് മറന്നു പോവല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ചാനൽ സുമി മുഫാസ് മൻസിൽ എന്ന ചാനലിൽ രാവിലെ 6:30 ഇവർ വിവാഹിതരായാൽ 12 മണിക്ക് പവിത്രം സീസൺ 2 അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. പിന്നെ 2:30 കാറ്റത്തെ കിളിക്കൂട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു ചാനലായ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് 2 പരമ്പരകളും കൂടെ ഇടുന്നുണ്ട്. അതായത് 6 മണിക്ക് സാന്ത്വനം 2 നാളത്തെ വിശേഷവും, അതുപോലെ രാത്രി 9:30 മഴ തോരും മുമ്പേ നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അതോടൊപ്പം നല്ലൊരു ശുഭദിനം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.